ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ പാർട്ട് 1 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ. കുറേ വീഡിയോസ് ഉള്ളത് കൊണ്ട് ഒന്നാകെ ഇടണ്ടാച്ചിട്ടാണ് ഓരോ പാർട്ടായിട്ട് വിട്ടുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്കും കാണാൻ വേണ്ടി ഒരു സുഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. അതിന് ശേഷമുള്ള വിശേഷങ്ങളാട്ടോ ഈ വീഡിയോയിലുള്ളത്. ഒരു 3:00 ആയപ്പോഴാട്ടോ നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യം ഞങ്ങൾ നോക്കിയത് റെസ്റ്റോറൻറ്റാണ്. നല്ല റെസ്റ്റോറൻറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് ലഞ്ച് കഴിക്കാനായിട്ട്. നമ്മൾ ഫ്രൈഡ് റൈസും ബിരിയാണി ഇട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഫ്രൈഡ് റൈസ് കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ റൂം നോക്കാനാണ്. നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നാലേ നമുക്ക് റൂം നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ റൂമൊന്നും ബുക്ക് ചെയ്ത് പോകുന്നത്. നമ്മൾ കൊടൈക്കനാൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് ഒരു റൂമിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ പൈസക്ക് റൂം കിട്ടുന്നുള്ളത്. പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ റൂമിലൊന്നും പോയില്ല കേട്ടോ. കാരണം നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയതിന് ശേഷം 1-2 റൂംസ് നമ്മൾ കണ്ടു. ആ റൂംസിലേക്ക് ഞങ്ങൾ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള റൂമിലായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആർക്കും പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ റൂം എടുത്തില്ല. റൂമിന് വേണ്ടിയിട്ടുള്ള റൂമൊന്നും ബുക്ക് ചെയ്തിട്ട് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോകും നിൽക്കണത്. റൂമൊന്നും ഇല്ല. അപ്പൊ ഇപ്പൊ സമയം എത്രയാണ്? 4:30 മണി. ഇതുവരെയായിട്ട് റൂം കിട്ടിയിട്ടില്ല. ടെന്റോ ഇപ്പൊ ഏതോ ഒരു റൂമൊക്കെ ഇതിന് മുന്നേ വന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്താ അവസ്ഥ അറിയില്ല, പോയി നോക്കാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ആ 2ാമത്തെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ റൂം വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെയാണ്. നമുക്കിതിന് അറ്റാച്ചായിട്ട് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നും കൂടി അട്രാക്ഷൻ തോന്നി ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞപ്പം. ഞങ്ങൾ പിന്നെ ആ റൂം തന്നെ ഫിക്സ് ചെയ്തു. എന്തായാലും കുറേ അലയേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് കുളിച്ച് ഫ്രഷായി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാവേ. ഗൈസ്, നമ്മളിനി നൈറ്റ് ആംബിയൻസിന് വേണ്ടി പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ കുളിച്ച് ഫ്രഷായി. ഇത് കുളിച്ചിട്ടില്ല കേട്ടോ. അത് കുളിക്കാൻ നിൽക്കുകയാണ് തണുപ്പെന്ന് പറഞ്ഞിട്ട്. ഇത് കുളിച്ചിട്ടില്ല. ഇത് 2 ദിവസത്തിന് കുളിക്കാനുണ്ടാവില്ല. ഞാൻ കുളിച്ച് ഫ്രഷ് ആയി. അങ്ങനെ ഹോട്ട് വാട്ടറിൽ കുളിച്ചു ഫ്രഷായി. ഇനി നമുക്ക് പുറത്തേക്ക് പോയിട്ട് നൈറ്റ് ആംബിയൻസും പിന്നെ ചെറുതായിട്ട് ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വരാം കേട്ടോ. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞത് അതൊക്കെ ഒന്ന് പോയി കാണാം. ഓക്കെ, നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പുറത്തിറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം തണുപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. നാളെ ആവുമ്പോൾ ഒക്കെ കിടക്കുന്നതുകൊണ്ട് തൊണ്ട പോവും, ശബ്ദം പോവും, ഒക്കെ പോവും. അത് ഞാൻ കാണണ്ട, ഒരു കുഴപ്പമില്ലാത്തത്. ഗൈസ്, ദിസ് ഇസ് ടു മച്ച്. വെതർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വെതറാണ്. അൺസൈക്കബിൾ. ഇതവിടുത്തെ അമ്പലം കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം നമ്മളവിടുത്തെ അമ്പലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നിട്ടോ. പിന്നെ നോക്കുമ്പോഴുണ്ട് 2 ചേട്ടന്മാർ തണുപ്പിനുള്ള കുപ്പായങ്ങളും തൊപ്പിയും ഷോക്സും കാര്യങ്ങളൊക്കെ വിൽക്കണം കണ്ടു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. കാരണം ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എന്തായാലും റേറ്റ് ഉണ്ടാകും. പിന്നെ അല്ലൂസിന് മാത്രമായിട്ട് തൊപ്പി വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ചായ അടിക്കാൻ പോയിട്ടാ. സത്യം പറഞ്ഞാൽ ചായ കുടിക്കാൻ നേരമില്ലാന്ന് അറിയാം. പക്ഷേ എന്നാലും ഈ തണുപ്പൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടോ അന്നേരം ചായ കുടിക്കുന്നത്. ഈ തണുപ്പത്തെ ഈ ചായ അതൊരു വൈബാ. എന്റെ ചായ ഒന്നുമല്ല. ആ ചായ തരുമോ? ഒന്ന് കുടിച്ചോട്ടെ. ചായ തണുപ്പത്തെ ചായ ഉണ്ടല്ലോ, ഒരു പ്രത്യേക രസാട്ടോ. അങ്ങനെ ചായ കുടിച്ച് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ടൗണിൽ തന്നെ ഒരു നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ടോ. ഇവിടെ റൂംസും റെസ്റ്റോറൻറ്റും കൊണ്ട് മിക്സ്ഡ് ആട്ടോ. ഞങ്ങൾ കയറി ചെന്ന വേ കറക്റ്റ് അല്ല. റൂംസിന് വേറെ വേയും റെസ്റ്റോറൻറ്റിന് വേറെ വേയും. ഞങ്ങൾ റൂംസിൻ്റെ വേ കൂടിയാണ് ഈ പോണത് കേട്ടോ. എന്തായാലും ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലക്ഷ്യസ്ഥാനമായ ഹോട്ടലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. കയ്യും കഴുകാതെ ഇങ്ങോട്ട് വാ. കയ്യകാനേ അതാ ജസ്റ്റ് തിന്നാൻ വേണ്ടി കൈ കേക്ക് തണുപ്പണ്ടിച്ചിട്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ മുന്നോ. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, അത്രയും തണുപ്പാണ്. ഇതെങ്ങനെ കൈ പോയി ഒന്ന് കഴുകാൻ കഴിയില്ല. അത്രയും മരവിച്ചിട്ട് കൈ നിൽക്കുന്നത്. പിന്നെ 65 ഉണ്ടോ? ഒരു 65 ഉണ്ടോ? അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിൽ ഞാൻ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാത്രി ആയതുകൊണ്ട് ലഘുവായിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാവും. എനിക്ക് രാവിലെ ദോശ പറ്റുമെങ്കിൽ രാത്രി എനിക്ക് ദോശ പറ്റില്ല കേട്ടോ. രാത്രി എനിക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് വേണം.
അപ്പോൾ പിന്നെ ഫ്രൈഡ് റൈസും പിന്നെ അതേമാതിരി ബിരിയാണി, എന്തായാലും ഫ്രൈഡ് റൈസും ബിരിയാണിയും വിട്ടിട്ടൊരു കളിയില്ല. പിന്നെ പൊറാട്ടയും നാനോ അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ മസാല ദോശ ആദ്യം വന്നതുകൊണ്ട് വായും പൊളിച്ചോട് നിൽക്കണ്ടെന്ന് കരുതിയിട്ടാവും കൊതിക്ക് വേണ്ടി കുറച്ച് എനിക്ക് വായിൽ വെച്ച് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൊടൈക്കനാലിൻ്റെതാണെങ്കിൽ പോലും അവർ ആ ഒരു മസാലയിൽ തന്നെ വേറെ എന്തൊക്കെ ഐറ്റംസൊക്കെ ഈ കടലപ്പരിപ്പ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടോ. നമ്മളെ നാട്ടിൽ അങ്ങനെയൊന്നും മസാല ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ബിരിയാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റോറിൽ പോയി. നമുക്ക് റൂമിൽ ബ്രഷും അതേമാതിരി സോപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. സാധാരണ ഒരുവിധം ഹോട്ടലൊക്കെ ബ്രഷും സോപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യലുണ്ട്. ഇവിടെ എന്താണെന്ന് അറിയില്ല, കറക്റ്റ് നമുക്ക് സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും നമ്മൾ വാങ്ങിയിട്ടാട്ടോ ഹോട്ടലിലേക്ക് തിരിച്ചു പോയത്. ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, തിരിച്ച് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇനി സ്ലീപ്പിംഗ് ടൈമാണ്. ഈ ജാക്കറ്റ് ഇട്ടെൻ്റെ മൂപ്പര് കിടന്നിറങ്ങുന്ന തോന്നുന്നുണ്ട്. ഇത് അയക്കും തോന്നുന്നില്ല, കാരണം ആ കൈക്കാൻ പോലും പോവാത്ത ഒരാളാണ് ഈ ജാക്കറ്റ് അയക്കാൻ പോണത്. അതെനിക്കറിയില്ല. സോ ഗൈസ്, അപ്പോൾ നാളെ ഇനി ബാക്കി വിശേഷങ്ങൾ, അതായത് നാളെ നമ്മൾ പുറത്ത് ഔട്ടിങ്ങിന് പോകുന്നു. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.